ഓക്കെ. ഇക്കാനും എനിക്ക് തോന്നുന്നു ഞാൻ ലാസ്റ്റ് ടൈം കണ്ടത് കഴിഞ്ഞ വർഷം തീറ്റ മത്സരം ഉണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചിട്ട് അന്നാ ഞാൻ കണ്ടത്. അപ്പൊ സാധാരണ നമ്മൾ ഓരോ വർഷം കൂടുമ്പോഴത്തേനും ലൈക് പ്രായം കൂടി വരുന്നെന്ന് പറയണ പോലെ, പക്ഷെ ഇക്കാക്ക് പക്ഷെ നേരെ തിരിച്ച ഭയങ്കര യങ്ങായിട്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു രഹസ്യം? അത് തലയിൽ എന്തോ ബോഡിനകത്ത് എന്തോ ഒന്ന് പൊട്ടിപ്പോയി എന്ന് തോന്നുന്നു എനിക്ക്. അത് റിയാക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ടായിരിക്കും. എനിക്കറിയാൻ വയ്യ. താങ്ക് യു സോ മച്ച് തമ്മറ്റിന്, താങ്ക് യു സോ മച്ച്. ഒരു ബേസിക്കലി ഒരു ദിവസം എങ്ങനെയാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ഞാൻ അതിരാവിലെ എഴുന്നേക്കുന്ന ആളാണ് 4 o'clock എഴുന്നേക്കുന്ന ആളാണ്. 4 o'clock എഴുന്നേറ്റിട്ട് കുറച്ച് നേരം ഐ മെഡിറ്റേറ്റ് വിത്ത് ദ യൂണിവേഴ്സ്, സ്കൈ. ദെൻ ഫിറ്റ്നസ്സിലേക്ക് പോവും. ദെൻ ഒരു 5:36 ആകുമ്പോഴത്തേക്കും ഫിനിഷ് ആൻഡ് കം ബാക്ക്. പിന്നെ വർക്ക്. പിന്നെ മെയിനായിട്ട് ഫുഡാണ്. ഫുഡ് സിസ്റ്റം ഞാൻ ഒന്നും മസാല വെച്ച് കൂട്ടില്ല. എവറിത്തിങ് ഈസ് സ്റ്റീംഡ് ആണ്. ദറ്റ് ഈസ് നോ മസാലപ്പൊടി ഇല്ല. പച്ചമുളക് കാണും, ഇഞ്ചി പൂണ്ടൊക്കെ കാണും. കുക്കറി ഷോ ആകും അത് ഇല്ലല്ലോ. സോ ദാറ്റ് ഈസ് എഫുൾ. ഇന്നലെ തുടങ്ങിയതല്ല, വെരി ലോങ് ടൈം ബാക്ക് ഐ സ്റ്റാർട്ടഡ് ദിസ്. പിന്നെ അതങ്ങനെ ലൈഫിൽ ഐ തോട്ട് ടു ഇംപ്ലിമെന്റ് ദാറ്റ് ഇൻ മൈ ലൈഫ് ആൻഡ് ഗോ. എന്നാലും ഏതെങ്കിലും ഒരു ഫുഡ് ഇങ്ങനെ ഒഴിവാക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള? ഇല്ല, നോ കാർവിങ്. അങ്ങനെ ഒരു കാർവിങ് ഇഷ്യൂ അല്ല എനിക്ക് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല. നോട്ട് ഓൺലി ഫുഡ്, ഏത് കാര്യത്തിലും അങ്ങനെ അയ്യോ നാളെ പോലെ ഇത് അങ്ങനെ ഇല്ല എന്നില്ലെങ്കിൽ ഇല്ല, നാളെ ഉണ്ടെങ്കിൽ ഉണ്ട്, മറ്റന്നാൾ ഇല്ലെങ്കിൽ ഇല്ല, അങ്ങനെയൊന്നുമില്ല. അപ്പം 2003 ഇറങ്ങിയ ബാലേട്ടനാണ് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ തന്നത് അല്ലെ സൗത്ത് ഇന്ത്യയില്. അപ്പൊ അന്ന് ആ ഒരു മൂവി കമ്മിറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു റീസൺ ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? അതിന് കുറെ റീസൺസ് ഉണ്ട്. അവരാണ് ദേ കോൾ മീ. അവർ എൻ്റെ ഒരു തമിഴ് സിനിമയുടെ റണ്ണിങ് ആയിരുന്നു, രമണ എന്ന് പറഞ്ഞിട്ട്, വിജയകാന്ത് സാറിൻ്റെ പടം റണ്ണിങ് ആയിരുന്നു. സോ ആ സിനിമ കാണാൻ വേണ്ടി പറഞ്ഞു വിട്ടത് ഡയറക്ടർ തുളസിദാസ് സാറായിരുന്നു. എന്നുവെച്ചാൽ അതിലൊരു അസിസ്റ്റന്റ് ഡയറക്ടർ തുളസിദാസ് സാറോട് പറഞ്ഞു ഇങ്ങനത്തെ ഒരാളാണ് ഞങ്ങൾ തേടിക്കൊണ്ടിരുന്നത്, ആളെ കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞ് മേ ബി നിങ്ങൾ നോക്കുന്ന ആൾ ഈ രമണയിലുള്ള പടത്തിൽ മേ ബി ഉണ്ട്, ഒന്ന് കണ്ടോക്ക്, റിയാസ് ഖാനാണ്, കണ്ടോക്ക് എന്ന് പറഞ്ഞ്. അങ്ങനെ ഒരു ഉച്ചയ്ക്ക് പോയി കണ്ട് അങ്ങനെ ഫിക്സ് ആയ പടമാണ് ബാലേട്ടൻ. ബാലേട്ടൻ കിട്ടിയിട്ട് ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. ഇത് അവരോടൊന്നുമല്ല, എൻ്റെ അമ്മേനോട്. അമ്മയെടുത്തുനിന്ന് അമ്മ ഞാൻ ഈ പടം ചെയ്യില്ലെന്ന്. അമ്മ പറഞ്ഞു ഒറ്റ എന്ത് മണ്ടത്തിലാണ് അമ്മ, എനിക്ക് മലയാളം അറിയില്ല, മലയാളം വായിക്കാൻ അറിയില്ല, സ്ക്രിപ്റ്റ് എങ്ങനെ വായിക്കും, മുമ്പിൽ നിൽക്കുന്ന ആരാണെന്നറിയോ, ആ സാറ് മുമ്പ് ഞാൻ എങ്ങനെ നിൽക്കും, ഇത്രയും തവണപ്പടൊക്കെ ചെയ്തില്ലേ, അതും പോയി ചെയ്തിട്ട് വന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ പറഞ്ഞോണ്ടാണ് അന്ന് ബാലേട്ടൻ എടുത്തത് അല്ലേ? അങ്ങനെ എന്നിട്ട് അതിലും ഫസ്റ്റ് ഡേ ഒറ്റപ്പാലത്ത് ഷൂട്ടിങ്ങിൽ എനിക്ക് ദേവ്യാനീനെ അറിയാം, ബിക്കോസ് വി ഹാവ് വർക്ക് ടുഗദർ. മോളിൽ ഇങ്ങനെ പഠിക്കട്ട് ബാലേട്ടൻ്റെ വീടില്ലേ, ആ വീട്ടിൽ ഷൂട്ടിങ്, മോളിൽ റൂമൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങളവിടെ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ വേഗം ഓടി വന്നിട്ട് അങ്ങനെ ഒരു പേപ്പർ വന്നിട്ട് പോയി, സ്ക്രിപ്റ്റ് ഇത് സീൻ പേപ്പർ. ഏസനെന്നറിയോ, ക്ലൈമാക്സിൻ്റെ ബിഫോർ, ഫൈറ്റിൻ്റെ ബിഫോർ പെണ്ണ് കാണാൻ വരും ഞാൻ. അതാണ് ഫസ്റ്റ് ഷോട്ട് പടത്തിൽ. ഇങ്ങനെ ചിരിച്ചിട്ട് വരും, വാ ബാലേട്ടാ നമ്മൾ ചിരിച്ചിട്ട് വരും. അപ്പോൾ അതിൽ ഒരു 6-7 പേജുണ്ട്, ഡയലോഗുണ്ട്. ഇത് തന്നിട്ട് പോയി. വെച്ചാൽ ഇനി സീൻ എടുക്കാൻ ഒരു 2-3 മണിക്കൂറുണ്ട്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്യാമല്ലോ എന്നിട്ട് പോയി. എവിടെ ഇത് തുറന്നു നോക്കിയിട്ട് ഞാൻ വെച്ച് മലയാളം വായിക്കേണ്ടല്ലോ, ഒന്നും വായിക്കില്ല. അടുത്ത് ദേവിയാണ്, അവർക്കും തമിഴ് അറിയില്ല, മലയാളം അറിയില്ല, ഒന്നും അറിയില്ല. ഞാനിങ്ങനെ 2 മണിക്കൂർ അപ്പോൾ താഴത്ത് പോകാൻ ഷോർട്ട് ഇടുന്ന പറഞ്ഞ് ഞാൻ ഇങ്ങനെ പോയി ആരെങ്ങനെ നോക്കിയപ്പോൾ ലാൽ സാർ അടുത്തിട്ടുണ്ട്. ലാൽ സാർ ഇത് മലയാളമാണ്. എന്നിട്ട് സാറ് ഇരുന്നിട്ട് ആ മോനോട് പറയേണ്ടത് മലയാളം വായിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് അത് മംഗ്ലീഷിലാക്കി ഇങ്ങനെ തന്ന് പിന്നെ എടുത്തത്. ഓക്കെ. അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ജലോത്സവത്തിലാണ് ഇക്ക ആദ്യമായിട്ട് സ്വന്തം ശബ്ദത്തിൽ ചെയ്യുന്നത്. അത് ആക്ച്വലി ആഫ്റ്റർ 2-3 ഫിലിംസ് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. അത് സിബി സാറിൻ്റെ ഭാഷയായിരുന്നു ഞാനത് ചെയ്യണമെന്ന്. ബിക്കോസ് നിങ്ങളിപ്പോൾ സിനിമയെ കാണുന്നില്ലേ, സോ ദാറ്റ് ഈസ് ദ സെയിം തിങ് ഇൻ ഷൂട്ടിംഗ് സ്പോട്ട്. സോ ഇനി വേറൊരാൾ ആ ലൈവ്ലിനെസ് പോകും, അല്ലെങ്കിൽ ഭാസ്കര വരില്ലായിരുന്നു. അതെ. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു അടിച്ചു കയറി ഭയങ്കര സോഷ്യൽ മീഡിയ സെൻസേഷൻ ആയിട്ടുള്ള ഒരു ഡയലോഗ് നമുക്ക് കിട്ടി. അല്ലെങ്കിൽ അത് ഈ ട്രെൻഡിങ് വരില്ലായിരുന്നു. അതെ, അത് കൊച്ചു കുട്ടികൾ വരെ അത് അടിച്ചു കയറി വാന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഡയലോഗ് പറയായിരുന്നു. സിബി സാറിന് നേരത്തെ അറിയാം, സിബി സാറിനും റൈറ്ററിനും
ഇതിൻ്റെ പവർ എന്താണെന്ന് അറിയാം. പക്ഷേ വി ഡോണ്ട് ഹാവ് സോഷ്യൽ മീഡിയ. അതെ, 20 വർഷത്തിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു ആ ഒരു ഡയലോഗ് ഭയങ്കര ഹിറ്റ് ആവുന്നത്. പക്ഷെ ഇപ്പൊ ഒരുപാട് പണ്ടത്തെ സിനിമകളിലെ പാട്ടുകളൊക്കെ ഇപ്പൊ ഒരുപാട് സിനിമകളിലാണെങ്കിൽ കൊണ്ടുവരുന്നുണ്ട്, ഡയലോഗ്സ് കൊണ്ടുവരുന്നുണ്ട്. അപ്പം എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നോ ഈ ഒരു 20 വർഷത്തിന് ശേഷം ഈ ഒരു ഡയലോഗ് ഹിറ്റ് ആവും? നോട്ട് അറ്റ് ഓൾ. പ്രതീക്ഷിച്ചല്ല. ഇത് ചെയ്യുമ്പോൾ ഇത് ഹിറ്റ് ആവണമെന്ന് പറഞ്ഞാണ് ചെയ്തത്. പെർഫോം ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ചെയ്യണം, ഇത് ബെസ്റ്റ് ആയിരിക്കണമെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ ചെയ്ത്. ബട്ട് ദാറ്റ് ഡിഡ്ന്റ് ഹാപ്പൻ. പിന്നെ യു ക്യാരി, നമ്മൾ മുമ്പിലേക്ക് പോകണമല്ലേ, ഫോർവേഡ്. കാലങ്ങൾ മാറി, വേറൊരു സിനിമ മാറി, അങ്ങനെ പോകൊണ്ടിരിക്കും. പെട്ടെന്നാണ് ഇത് കയറി വന്നത്. ഇത് എങ്ങനെയായിരുന്നു ഇക്കത് എങ്ങനെയായിരുന്നു ഈ ഡയലോഗ് ഭയങ്കര വൈറൽ ആവുന്നുണ്ടെന്ന്? ഇത് ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്, യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാൻ ഇടയ്ക്ക് നോട്ടീസ് ചെയ്തിങ്ങനെ വിടും. അപ്പം ഞാനിങ്ങനെ ഒരു ഹാപ്പി ഉണ്ടെന്ന്. പക്ഷേ ഇത് എവിടെ തുറന്നാലും ഇത് തന്നെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുമ്പോൾ പിന്നെ എനിക്ക് തോന്നി ഇത് സംതിങ് ഈസ് ഹാപ്പണിങ് എന്നിങ്ങനെ തോന്നി. പിന്നെ ഇത് എവിടെ നോക്കിയാലും only this is there. എല്ലായിടത്തും, തമിഴ്നാട്ടിലൊക്കെ, ഈവൻ ചെന്നൈ, അവിടെയൊക്കെ ആദ്യം അവർ പറഞ്ഞ അടിച്ചു കയറിയ എനിക്ക് മനസ്സിലായില്ല എന്താ അവർ പറയണമെന്ന്. പിന്നീട് മനസ്സിലായി അടിച്ചു കയറിയ പറയണമെന്ന്. ആ ശശികുമാർ സാറല്ലേ, ഹീറോ ശശികുമാർ സാറല്ലേ, ശശികുമാർ സാറ് വൈഫിനെ കണ്ടപ്പോൾ അത് എന്തൊരു ഡയലോഗാണല്ലേ, റിയാസ് സാറിന് തന്നെ ഭയങ്കര, അത് സാറിന് തന്നെ പോസിറ്റീവ് വരും പുള്ളി പറയണത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായി ഇത് എന്തോ വലിയ സംഭവമായെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ കൊച്ചി വന്ന് ഇറങ്ങിയപ്പോൾ നോക്ക്, അപ്പോഴാണ് മനസ്സിലാവണം എനിക്ക്. പിന്നെ ന്യൂസിൽ കണ്ടു, ഇവിടെ കണ്ടു. പിന്നെ ഐ എം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അതെ, എനിക്ക് അതുപോലെ തന്നെ ഇക്കാന്റെ ഇഷ്ടമുള്ള വേറൊരു മൂവിയാണ് സ്പീഡ് എന്ന് പറഞ്ഞത്. അതാണെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരുപാട് ക്യാമ്പസ് ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഹിറ്റായിരുന്ന മൂവിയായിരുന്നു. അപ്പം ഇക്ക ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇക്കയും ദിലീപേട്ടനും കൂടെ രാവിലെ എണീച്ച് ഓടാൻ പോകുന്നു എന്നൊക്കെ. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിന്റെ സ്റ്റാർട്ടിങ് അവിടെ നിന്നായിരുന്നോ? നോ വേ ബിഫോർ ദാറ്റ്. അതിനൊക്കെ മുമ്പാണ് ഫ്രണ്ട്ഷിപ്പ് സ്റ്റാർട്ടിങ്. സ്പീഡ് എന്ന് വെച്ചാൽ ദിലീപേട്ടൻ ചാന്തുപൊട്ട് കഴിഞ്ഞിട്ട് വരുന്ന സമയമാണ്. സോ ഇറ്റ്സ് വെരി ഹാർഡ് ഫോർ എനി ആക്ടർ. ആ ബോഡി ലാംഗ്വേജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ വലിയ പാടാണ്. സോ അത് എപ്പോഴും ഉണ്ടായിരുന്നു, ദിലീപേട്ടൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സോ ഭയങ്കര പാടായിരുന്നു. അത് ചെയ്തിട്ട് പുള്ളി ഓൾമോസ്റ്റ് ലൈക്ക് എ വുമൺ. പുള്ളിയുടെ കയ്യും കാലും ഒക്കെ ഇല്ല, ഭയങ്കര ഫ്രജൈലായിരുന്നു. പക്ഷേ ഒന്നും തൊടാതെ ഭയങ്കര നമ്മളൊരു പെണ്ണ് കൈ കാലം തൊട്ടെങ്ങനെ ഇരിക്കും, അങ്ങനെയായിരുന്നു. അതിൽ നിന്ന് പുള്ളിക്ക് സ്പോർട്സ്മാൻ ആവണം. സോ കുറേ കഷ്ടപ്പെട്ടു. സോ എവറി ഡേ മോർണിംഗ് റണ്ണിങ്, സ്ട്രെച്ചിങ്. വെച്ചാൽ മസിൽ കുറച്ച് നമ്മൾ തൊടാതെ വെച്ചിട്ട് നമ്മൾ മസിലെ നമ്മൾ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ഉള്ളിലെ നമുക്ക് മസിൽ ബ്രേക്സ്, അതിൻ്റെ പെയിൻ പോവില്ല, ഹെവി പെയിൻ ആയിരിക്കും. സോ ത്രൂ ഔട്ട് ദ മൂവി ഹി വാസ് ഇൻ പെയിൻ. ദിലീപേട്ടൻ വാസ് ഇൻ പെയിൻ. എനിക്ക് തോന്നുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത് മലയാളത്തിൽ ദിലീപേട്ടൻ്റെ കൂടെയാണല്ലേ? കോമ്പിനേഷൻ അങ്ങനെയായിരുന്നു. ഒരുപാട് എനിക്ക് തോന്നുന്നു ലയൺ, റൺവേ, സ്പീഡ്, നാടോടി മന്നൻ, അങ്ങനെ ഒരുപാട് മൂവീസ്. ഓക്കെ, അപ്പം ഇക്കാണെങ്കിൽ തമിഴിലാന്ന് തോന്നുന്നുണ്ട് ഒരു മൂവി ഒരു ഗേ ക്യാരക്ടറായിട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം ഇക്കാക്ക് അതുപോലെ എന്തെങ്കിലും ഒരു ബോഡി ലാംഗ്വേജ് ചേഞ്ച് ചെയ്യാൻ കുറെ ടൈം അങ്ങനത്തെ എന്തെങ്കിലും ഇതുണ്ടായിട്ടുണ്ടായിരുന്നോ? ഞാൻ അതിനു മുമ്പേ നമ്മൾ ഖുഷ്ബു ഇല്ലേ, ഖുഷ്ബു വാസ് ഡൂയിങ് എ TV എപ്പിസോഡ്. അത് ഡയറക്റ്റഡ് ബൈ സുന്ദർ സി. എല്ലാം അവരുടെ ടീം തന്നെയാണ്. അപ്പോൾ അതിൽ ദർ ഇസ് എ ട്രാൻസ്ജെൻഡർ വേണമെന്ന് പറഞ്ഞ്. സോ സുന്ദർ നോസ് മീ വെരി വെൽ, വാട്ട് ഐ ഡു എന്ന് അറിയാം, സുന്ദറിനറിയാം. സുന്ദറാണ് പറയണത് അത് റിയാസ് ചെയ്യട്ടെ എന്ന്. അപ്പോൾ അങ്ങനെ ഇറ്റ് വാസ് ഗോൺ ടു കലാനിധി മാറൻ, സൺ ടിവിൻ്റെ. ദെൻ ഹി സെഡ് ഒന്ന് റിയാസിന് വരാൻ പറയാൻ പറഞ്ഞിട്ട് I did a transgender who plays what you call in Malayalam a divine transgender. അങ്ങനത്തെ ഒരു ട്രാൻസ്ജെൻഡർ ചെയ്ത് അതിന് എനിക്ക് I got best actor award. ഓക്കെ, സോ ഐ എം ഓൾറെഡി പ്രിപ്പയർഡ് into that ഇതിന് വേണ്ടി. സോ ദിസ് ഫിലിം വാസ് ഓൺ ദ ഗോ ആയിരുന്നു. ആ ഒരു ക്യാരക്ടറിൽ നിന്ന് വിട്ട് മാറാൻ ടൈം എടുത്തോ? ക്യാരക്ടറിൽ നിന്ന് വിട്ട് മാറാൻ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. ഒരു പ്രാവശ്യം ചെയ്ത് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം അതിലേക്ക് കയറി ചെയ്ത് കഴിഞ്ഞാൽ ദ ഫെമിനിറ്റി കംസ് വരും. വൈഫ് പറയും മറ്റേ നിർത്തുന്ന പറയും, അത് കയറി നിർത്തുന്ന പറയും, അത് വരും. ദാറ്റ് വിൽ കം. ഇതെന്താ അറിയോ, വേരിയസ് തിങ്സ് നമ്മൾ മനസ്സിലുള്ളവരുടെ കൊണ്ട് നമ്മൾ കോമിക്കലായിട്ട് കുറേ ചെയ്യും. അത് കോമിക്കലായിട്ട് ചെയ്യുമ്പോൾ ദാറ്റ് വിൽ ടക്കുന്ന് കയറി വരും. ഓക്കെ, ഇപ്പോൾ ഒരുപാട് നാളായി മലയാളം ഇൻഡസ്ട്രിയിൽ വന്നിട്ട്. അപ്പോൾ ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഇക്ക ലൈഫിൽ കിട്ടിയൊരു ബെസ്റ്റ് ടേക്ക് അവേ എന്താണെന്ന് ചോദിച്ചാൽ എന്തായിരിക്കും പറയാ? ടേക്ക് അവേ, ഈച്ച് ആൻഡ് എവറി ഫിലിം ഇസ് എ ടേക്ക് അവേ. ഈച്ച് ആൻഡ് എവറി
മീറ്റിംഗ് ഈച്ച് ആൻഡ് എവറി ആക്ടേഴ്സ് ഇസ് എ ടേക്ക് അവേ, ഈച്ച് ആൻഡ് എവറി ടെക്നീഷ്യൻ അവരുടെ ക്രിയേറ്റിംഗ് കുറേ കുറേ സ്നേഹം തന്നിട്ടുണ്ട്. സ്നേഹം തരണത് നോട്ട് ഓൺലി ആക്ടേഴ്സ്, അവരല്ല കൂടുതൽ സ്നേഹം തരുന്നത് ആ യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, യൂണിറ്റിൽ വർക്ക് ചെയ്യുന്ന ബോയ്സ്, പ്രൊഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, കുറേ അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, ഇവരെയൊക്കെ സ്നേഹമാണ് കുറേ കിട്ടിയിരിക്കുന്നത്. ദേ ഓൾ ലൈക്ക് മീ സോ മച്ച് ആൻഡ് ഐ ഓൾസോ ലൈക്ക് ദം സോ മച്ച്. എന്നാണ് ഇക്കാൻ നമുക്കൊരു നായകൻ വേഷത്തിൽ നമുക്ക് കാണാൻ പറ്റുക? ഞാൻ അതിനാണ് സിനിമയിൽ വന്നത്. ബട്ട് പ്രോബബ്ലി ഇറ്റ് വിൽ ഹാപ്പൻ വെരി സൂൺ. എന്തെങ്കിലും പ്ലാനിങ്സ് ഉണ്ടോ? എൻ്റെ മനസ്സിൽ കുറേ ഉണ്ട്. ബട്ട് ഇറ്റ് ഹാസ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ റൈറ്റ് ടൈം, റൈറ്റ് വേ. ഇനി ഒരു സമയം തെറ്റിച്ച് ചെയ്യരുത്, കറക്റ്റ് സമയത്താണ് ചെയ്യണത്. ഓക്കെ, ഇക്ക പറഞ്ഞല്ലോ നായകൻ ആവണമെന്ന് ആഗ്രഹിച്ചാണ് സിനിമയിൽ വന്നത്. പിന്നെ അതെങ്ങനെയാണ് ഒരു വില്ലൻ ട്രാക്കിലേക്ക് മാറിപ്പോയത്? ട്രാക്കിൽ മാറിപ്പോയതല്ല, ഇത് സർക്കംസ്റ്റൻസ് ആണ്, സന്ദർഭങ്ങളാണ്. ആ സന്ദർഭങ്ങൾ അതിലേക്ക് എന്നെ വളച്ച് മാറ്റിയതാണ്. സി, ഐ ഗോട്ട് മാരീഡ് വെൻ ഐ വാസ് 21. Okay, 21 and she is 19. I have no job. I am 19ൽ എൻ്റെ ഫസ്റ്റ് ഫിലിം തുടങ്ങി. 19ൽ തന്നെ ഐ ഡിഡ് 2 movies. ഒന്ന് തെലുഗു, ഒന്ന് സുഖം സുഖരം, ആൻഡ് പിന്നെ അത് കഴിഞ്ഞിട്ട് ഐ ഹാവ് നോ മൂവീസ്. നടുക്ക് ഐ ഗോട്ട് എ ഫിലിം വിത്ത് പ്രതാപ് പോത്തൻ സാർ കോൾഡ് ആത്മ. ഓക്കെ, നടുക്ക്. പിന്നെ ഐ ഹാവ് നോ മൂവീസ്, ഒന്നുമില്ല. എവ്രിവെയർ ഐ ഗോ ഇറ്റ്സ് റിജക്ഷൻ. ബിക്കോസ് ഞാൻ അതിലേക്ക് അവരുടെ കുറ്റമല്ല, ഐ എം നോട്ട് സൂട്ടബിൾ ഇൻ ടു ദാറ്റ്. ഐ എം ലുക്കിംഗ് വെരി യങ്. ഐ എം 19, ബട്ട് 19 ഇല്ല, ലുക്കില്ല എനിക്ക്. ഹരിഹരൻ സാർ ഒരു പടത്തിൽ വിളിച്ചിട്ട് ദെൻ ഐ വാസ് ലുക്കിംഗ് യങ്കർ ദാൻ റംബ. റംബാൻ്റെ അനിയനെ പോലെ ഇരുന്നു, അതിൽ നിന്ന് മാറ്റി. ഐ എം നോട്ട് ബ്ലെയിമിങ് എനിബഡി, ബട്ട് സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ. സോ ഐ എം മാരീഡ് ടു 21 ആയപ്പോൾ ഐ ഗോട്ട് മാരീഡ് ടു ഉമ. ദെൻ ഐ ഹാവ് നോ ജോബ്. ദെൻ എനിക്ക് വരുന്നത് ഐ ഹാവ് ടു ഗ്രാബ് വാട്ട് ഈസ് കമ്മിങ്. ഐ ഹാവ് ടു ഗ്രാബ്. വില്ലനും അപ്പോൾ ലുക്കില്ല. ഐ എം ട്രൈങ് ടു ഡു സംതിങ് എൽസ് ആൻഡ് മേക്ക് അവരെ ഐ ക്യാൻ പെർഫോം. ഈ പെർഫോം ചെയ്ത് കാണിക്കുന്നവരെ ധൈര്യമാണോ അല്ലേ, നമ്മൾ പെർഫോം ചെയ്യുമല്ലോ എന്ന് അറിയില്ല. തീർച്ചയായും ക്യാമറയുടെ മുമ്പിൽ നിന്ന് എല്ലാവരും ആക്ടേഴ്സ് എന്നാണ് പറയുന്നത്. ബട്ട് ഇറ്റ്സ് നോട്ട് ദാറ്റ്. യു ഹാവ് ടു കം ആൻഡ് പെർഫോം ദാറ്റ് ക്യാരക്ടർ. സോ അതിനുവേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്ത് ലാസ്റ്റ് ഈ ഇങ്ങനെ വീണ് ട്രാക്കിലേക്ക് വീണപ്പോൾ ഐ കോട്ട് ഹോൾഡ് ടു ദാറ്റ് ടു ഫോർ ദ സർവൈവലിന് വേണ്ടി ഞാനത് പിടിച്ചു. പിന്നെ അതിങ്ങനെ മാറി പിന്നെ അതിൽ നിന്ന് മാറി വിജയുടെ കൂടെ ബദ്രി ചെയ്ത്, അതൊക്കെ വേറെ ക്യാരക്ടറാണ്, അതൊക്കെ പോസിറ്റീവാണ്. പിന്നെ പെട്ടെന്ന് എനിക്ക് റീച്ച് ഔട്ടായി കിട്ടിയത് അതാണ്. സോ അത് ഞാൻ വിട്ടില്ല, പിടിച്ചു ടു ടേക്ക് കെയർ ഓഫ് മൈ വൈഫ് ആൻഡ് മൈ ഫസ്റ്റ് കിഡ് ഷാരിഖിനെ. സോ അതാ പറഞ്ഞത്, സർക്കംസ്റ്റൻസസ് മെയ്ഡ് മീ ടു ഡു ദാറ്റ്. അതാണത്. മകൻ സിനിമയിലേക്ക് വരുന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ചെയ്യുന്നുണ്ട്. മോൻ ഒരു പടം ചെയ്ത്, ഇറ്റ്സ് കോൾഡ് പെൻസിൽ. അവിടെ കുറേ ശ്രദ്ധിക്കപ്പെട്ട പടമാണ്. ഇപ്പോൾ ഒന്ന് ചെയ്തുകൊണ്ടിരിക്കും. മലയാളത്തിലേക്ക് നമുക്ക് പ്രതീക്ഷിക്കാമോ? ഓ യെസ്, അങ്ങനെയൊന്നും ബാറൊന്നുമില്ല. എനി ടൈം ഹി ക്യാൻ ബി ഹിയർ. അപ്പം എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ, എന്തൊക്കെയാണ് പുതിയ പ്രോജക്ട്സ്? കേസ് ഡയറി റിലീസായി, തിയേറ്ററിൽ ഗുഡ് റെസ്പോൺസ് ആണ്. ഇന്നലെ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ് പോയിരുന്നു. അതിൽ തൃശ്ശൂരിൽ എസ്പെഷ്യലി വെരി ഗുഡ് റെസ്പോൺസ്. കുറേ ഫാമിലി ഉണ്ടായിരുന്നു, കുറേ യൂത്ത് അല്ല, ടീനേജേഴ്സ് ഉണ്ടായിരുന്നു, കുറേ ടീനേജേഴ്സ് ഉണ്ടായിരുന്നു, ചെറിയ കുട്ടികളുണ്ടായിരുന്നു. സോ മൂവി വാസ് ഹൗസ്ഫുൾ. സോ ഐ വെരി ഹാപ്പി വിത്ത് ദാറ്റ്. പിന്നെ വിജയ് ആൻ്റണീൻ്റെ ഒരു പടം തമിഴിൽ പോയിക്കൊണ്ടിരിക്കുന്നു. മൈസെൽഫ് ആൻഡ് രവീന ടണ്ടോണാണ് അതിൽ പെയർ ചെയ്യുന്നത്. 1 മൂവി ഹാപ്പനിങ് ഇൻ മൂന്നാർ. പിന്നെ ഗോകുല മൂവീസിൻ്റെ ബബ്ബ ഉണ്ട്. സോ അങ്ങനെ ബബ്ബയുടെ വിശേഷങ്ങളാണ് നമുക്കറിയേണ്ടത്. അത് എൻ്റെ അടുത്ത് ഇല്ല, വിശേഷം ഇല്ല, അഭിനയിച്ചതേ ഉള്ളൂ. ഒരുപാട് ഞാൻ ഉണ്ടെന്ന് പറയരുതെന്ന് പറഞ്ഞാണ് എല്ലാവരും അറിഞ്ഞു. അവസ്ഥ വെച്ച് പടം അഭിനയിച്ചിട്ട് ഇതിൽ അഭിനയിച്ചിട്ട് പറയരുത് കേട്ടാ. ഓക്കെ, പറയില്ല. ലാലേട്ടനുണ്ട്, മമ്മൂക്ക ഉണ്ട് എന്നൊക്കെ കേൾക്കുന്നുണ്ട്. സത്യത്തിൽ അത് ആദ്യത്തെ പറഞ്ഞ ആളുണ്ട്, ലാലേട്ടനുണ്ട്. പിന്നെ വന്നു അഭിനയിച്ചു കഴിഞ്ഞ് വന്നു. അതെനിക്ക് പക്ഷേ ഒരു ഹാപ്പണിങ് മൂവി ആയിരിക്കും. കാരണം പ്രിൻസ് ആൻഡ് ഫാമിലിയുടെ സക്സസ് മീറ്റിലൊക്കെ ദിലീപേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതൊരു ചെറിയൊരു ഇതാണ്, ശരിക്കുള്ളത് വരാൻ പോണുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത്രയും വലിയൊരു ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത് ബബ്ബനെ പറ്റി. അപ്പൊ എല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആണ്. എല്ലാവരും ഷൂട്ടിംഗ് സ്പോട്ടിൽ എല്ലാവരും എക്സൈറ്റഡ് ആയിരുന്നു. മൂവിയുടെ പേര് പോലെ തന്നെയാണ് സിനിമയും. ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്കാണ് പോകുന്നത്. ഇക്ക അഭിനയിച്ച ഒരു കുറച്ച് സിനിമയും പറയും. അപ്പൊ ആ സിനിമകളെ പറ്റി പറയുമ്പോൾ ഇക്കൊക്കെ പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ വരുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണ്? ഓക്കെ, ഫസ്റ്റ് മൂവി എൻ്റെ ഫേവറേറ്റ് മൂവിയാണ് ഗജിനി.
ഗജനി ഫസ്റ്റ് ഓർമ്മ വരുന്നത് എയർ മുരുകദാസ്. പുള്ളിയാണത് കാസ്റ്റ് ചെയ്യണത്. ദ എൻറ്റയർ മൂവി പുള്ളി പറയുമ്പോഴേ ഐ വാസ് വെരി ത്രിൽഡ്. പിന്നെ അത് വീണ്ടും പോയി ഹിന്ദിയിലേക്ക് പോയി. ഹിന്ദിയിലേക്ക് കാസ്റ്റ് ചെയ്യണത് അമീർ ഖാനാണ്, മുരുകദാസ് അല്ല. ഈവൻ ഫോർ മെനി ഓപ്ഷൻസ്. പിന്നെ പുള്ളി പറഞ്ഞ ഈ പടത്തിലെ 3 പേരെ മാറ്റരുതെന്ന് പറഞ്ഞു. അസീൻ, റിയാസ് ഖാൻ ആൻഡ് വില്ലൻ പ്രകാശ് റാവത്ത്, 3 പേരെ മാറ്റരുത്, ബാക്കി എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞു. സോ ഭയങ്കര ഹാപ്പിയാണ്. സോ അതാണ് ഗജനിയിലെ മെയിൻ മൂമെന്റ്. അതുപോലെ തന്നെ രഹസ്യ പോലീസ് എനിക്ക് ഡയറക്ടർ സാറിൻ്റെ അടുത്ത് നിന്ന് പെട്ടെന്നാണ് വിളി വരുന്നത്. ഐ വാസ് നോട്ട് റെഡി ഫോർ ദ മൂവി. ഞാൻ വേറേതോ സിനിമയിൽ ചെന്നൈയിലായിരുന്നു. അങ്ങനെ വിളിച്ച് 3 ദിവസത്തിനകം ലൊക്കേഷനിൽ വന്ന് അഭിനയിച്ച പടമാണ് രഹസ്യ പോലീസ്. വേഷം വി എം വിനുവിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു. ബാലേട്ടൻ, മയിലാട്ടം, വേഷം എല്ലാം ഹാട്രിക് ഹിറ്റ് ആയിരുന്നു. അതൊക്കെ ഹാട്രിക് സൂപ്പർ ഹിറ്റ് ഫിലിംസ് ആയിരുന്നു. വേഷത്തിൽ അഗൈൻ ബി എം വിനു സാറിനൊപ്പം അഭിനയിച്ചത്. മറക്കാൻ പറ്റാത്ത ബീച്ചിലെ സീൻ. കാസിനോവ റോഷൻ ആൻഡ്രൂസിനടുത്ത് ഞാൻ ജസ്റ്റ് ഫോൺ ചെയ്തോളൂ. ഒരു ഫോണാണ്. ബിക്കോസ് എനിക്ക് ഓൾമോസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയാം, എന്താണ് കാസിനോവ എന്താണെന്ന് അറിയാം. ഐ വാണ്ട് ടു ബി എ പാർട്ട് ഓഫ് ദ മൂവി. പക്ഷെ ഞാൻ വിളിച്ചിട്ട് നേരെ അത് തിരിഞ്ഞ് ഇങ്ങോട്ട് വന്ന് റോഷൻ ആൻഡ്രൂസ് എൻ്റെ ഫാദറിൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ദാറ്റ്. സോ ഹി വാസ് എ ബിഗിനർ ദാറ്റ് ടൈം. സോ മൈ ഫാദറിൻ്റെ കൂടെയായിരുന്നു അയാൾ ബിഗിനിങ്സ് ചെയ്തത്. സോ എനിക്കറിയില്ല. ഞാൻ വിളിച്ചപ്പോൾ തിരിച്ച് റോഷൻ ആൻഡ്രൂസ് എന്നോട് പറഞ്ഞ്, റിയാസ് ഇത് ഞാനാണ് വിളിച്ച് തരേണ്ടുള്ളത്. ഐ വർക്ക്ഡ്, എനിക്ക് ഫസ്റ്റ് ജോബായിട്ട് തന്നത് ഫാദറിൻ്റെ ഇതിലാണ്. സോ ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ ചോദിച്ചല്ല. സോ ഐ വെരി വെരി ബഡി റോഷൻ ആൻഡ്രൂസ് എംവെൽസ് ആൻഡ് റോഷൻ ആൻഡ്രൂസ്. അത് പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സായി. വി ആർ വെരി തിക് ഫ്രണ്ട്സ്. Two countries ഏറ്റവും കൂടുതൽ ഇക്കടുത്ത് ചോദിക്കുന്നത് ആ ഒരു ക്യാരക്ടറിനെ പറ്റിയായിരിക്കും. Two countries it's only ദിലീപേട്ടൻ. സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തിട്ടില്ല, എന്നെ വിളിച്ചിട്ടില്ല, ഒന്നുമില്ല. ഞാൻ ഒരു തമിഴ് പടത്തിൻ്റെ ഷൂട്ടിംഗ് അതിരപ്പള്ളി വാട്ടർഫാൾസിൽ കഴിഞ്ഞിട്ട് ഐ കെയിം ടു ദ എയർപോർട്ടിൽ വരുമ്പോൾ ദിലീപേട്ടന് ഫോൺ വന്നപ്പോൾ എവിടെയാണ് റിയാസ് എന്ന് വെച്ച്. ഞാൻ പറഞ്ഞു ഞാൻ ഇന്ന പടത്തിൻ്റെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോണേന്ന് പറഞ്ഞ്. കയറേണ്ട, വണ്ടി തിരിച്ച് വാന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു ഞാൻ പോകണം, എനിക്ക് വർക്ക് ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ല നീ തിരിച്ച് വാന്ന് പറഞ്ഞിട്ട് തിരിച്ച് ഞാൻ എവിടെ പറഞ്ഞു വെച്ചപ്പോൾ ഹോളിഡേയിൽ വരാൻ പറഞ്ഞ് ഹി വാണ്ടഡ് മീ ടു ഡു ദാറ്റ് ക്യാമിയോ റോൾ. പക്ഷേ സെറ്റിൽ ആർക്കും അറിയില്ല ഞാനത് ചെയ്യാൻ പോകണമെന്ന്. ഹി ഓൺലി ഡിഡ്. ഞാൻ സെറ്റിൽ വന്നപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കണ്ടായിരുന്നു. ചെയ്ത് കഴിഞ്ഞിട്ട് പറ വേണോ വേണ്ടയോ അങ്ങനെ ചെയ്താണ്. ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ സംസാരിച്ചപ്പോൾ തന്നെയാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഓരോ സിനിമകളുടെ പേര് ചോദിച്ചപ്പോൾ തന്നെ ഓരോ ലൈക്ക് ഡയറക്ടർ ആയിക്കോട്ടെ ഓരോരുത്തരുടെ പേര് എടുത്തെടുത്ത് പറഞ്ഞു. ലൈക്ക് അപ്പം ഈ ഒരു ജേർണിയിൽ എനിക്ക് തോന്നുന്നു എത്ര വർഷമായി, 19-ാം വയസ്സിൽ സിനിമയിൽ 35 ഇയേഴ്സിൽ തിരിഞ്ഞു നോക്കുമ്പോൾ ഒരുപാട് മുഖങ്ങൾ ഓർമ്മ വരുന്നുണ്ടാവും, മൈൻഡിലേക്ക് ഒരുപാട് മുഖങ്ങൾ വരുന്നുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഗ്രേറ്റ്ഫുൾ ആയിട്ടുള്ള ഒരു മുഖം ആരുടെ ആയിരിക്കും? കോടി രാമകൃഷ്ണ സാർ, ഫസ്റ്റ് ഡയറക്ടർ. Kodi Ramakrishna sir is no more now, but he is one of the biggest directors. നിങ്ങൾക്ക് അറിയില്ലായിരിക്കും, പറഞ്ഞു തന്നെയാണ്, സൗത്ത് ഇന്ത്യ ഹാസ്. കോടി രാമകൃഷ്ണൻ്റെയാണ് ഞാൻ ഒരു പടം നിങ്ങൾക്ക് പറഞ്ഞാൽ അറിയാം, അമ്മൻ, പൊട്ടമ്മൻ എന്നൊരു പടം വരും. ഓക്കെ, വേറൊരു പടം നിങ്ങൾക്ക് പറഞ്ഞു മേ ബി യു നോട്ട് കാണില്ല, ഇത് താണ്ട പോലീസ് എന്ന് പറയും. വെരി ഫേമസ് പിക്ചർ. ഈസ് എ ലെജൻഡ് ഓഫ് ഡയറക്ടേഴ്സ്. പുള്ളിയാണ് എന്നെ ഫസ്റ്റ് ഫിലിം ഐ വർക്ക്ഡ് വിത്ത് മൈ കരിയറിൽ. സോ ഐ ഓൾവേസ് റിമെമ്പർ ഹിം. ഓക്കെ, ഈ ഒരു 35 ഇയേഴ്സിൽ എവിടെയെങ്കിലും വേറൊരാളും കൂടി ഉണ്ട്, പറഞ്ഞാലും മോശമായി ഇപ്പോൾ. അത് ഫസ്റ്റ് ക്യാമറ അവിടെ ഫേസ് ചെയ്താറുകൊണ്ടാണ് പറഞ്ഞത്, ബാലേന്ദ്ര മേനോൻ സാർ. ഓക്കെ, ഈ ഒരു 35 ഇയേഴ്സിൽ എവിടെയെങ്കിലും ഒരു റിഗ്രറ്റ് തോന്നിയ പോയിന്റ് ഉണ്ടായിട്ടുണ്ടോ? നോട്ട് അറ്റ് ഓൾ. റിഗ്രറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഇരിക്കില്ലായിരുന്നു. നോ റിഗ്രറ്റ്സ്, ബട്ട് ഐ ഓൾവേസ് പുട്ട് എ ഹാർഡ് വർക്ക് എഫേർട്ട് ടു റീച്ച് സംവെയർ. So I've been doing that forever. Okay. അപ്പോൾ നമ്മൾ ഒരുപാട് വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഒരുപാട് പ്രൊജക്ട്സ് വരുന്നുണ്ട്. എല്ലാവിധ ആശംസകളും നേരുന്നു.